ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു വൈറൽ പൈനാപ്പിൾ ടപ്പാച്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് ഞാനൊരു നല്ലൊരു പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി ഞാനിവിടെ ബ്രൗൺ ഷുഗർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷുഗറും എടുക്കാം. പിന്നെ ഇതിനകത്ത് കറുവപ്പട്ട, പെപ്പർ, അനസ് ഫ്ലവർ, പിന്നെ ഗ്രാമ്പ്, ഇതെല്ലാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ജാറും കൂടെ വേണം. അപ്പോൾ ഇതാദ്യം ഞാൻ പൈനാപ്പിൾ ഒന്ന് നന്നാക്കിയെടുക്കാം. നമുക്ക് പൈനാപ്പിളിൻ്റെ തോല് മാത്രമല്ല, അതിനകത്ത് ഇച്ചിരി പൾപ്പും കൂടെ ചേർത്ത് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇതിനകത്ത് നമ്മൾ പൈനാപ്പിളിൻ്റെ നടുഭാഗത്തിലുള്ള പാട്ടും കൂടെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യും. വൃത്തിയുള്ള ജാറിൽ നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാം സ്പൈസസും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഒഴിക്കുമ്പോൾ, ഈ ജാറിനകത്ത് ഒഴിക്കുമ്പം നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ജാറിനൊരു പകുതി ലെവൽ വരെ നമ്മൾ ഗ്യാപ്പ് വിട്ടിരിക്കണം. കാരണം ഇതിനകത്ത് ബബിൾസൊക്കെ ഇതിനകത്തൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പം അത് ജാർ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വൃത്തിയുള്ള ഒരു തുണി വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇങ്ങനെയാണ് ഞാനിത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഞാൻ ഒരു 3 ഡേയ്സിന് വേണ്ടി വെച്ച് എടുക്കണം. വെട്ടമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വെച്ചെടുക്കാൻ. കണ്ടോ, 3 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാം ചെറിയ ചെറിയ ബബിൾസൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്യാം. സ്ട്രെയിൻ ചെയ്ത് എടുത്ത ടപ്പാച്ചിയാണ് ഇത്. ഇനി ഞാൻ വേറൊരു ജാറിനകത്ത് ഇട്ട് വെക്കാൻ പോവുക. ഇനി അടുത്ത 3 ഡേയ്സും കൂടെ ഇത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കും. 3 ഡേയ്സ് കഴിഞ്ഞ് ടപ്പാച്ചി എടുത്ത് ഞാൻ ഒഴിച്ചിരിക്കുകയാണ്. കണ്ടോ, നല്ല കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ അതേ ഒരു രീതിയിലാണ്. കുടിക്കുമ്പോഴേ നല്ല രുചിയുണ്ട്. ഈ സമ്മർ സീസണിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡ്രിങ്കാണ്, ഒരു ഫിസി ഡ്രിങ്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.